എല്ലാവർക്കും ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് സ്വന്തമായിട്ടുണ്ടാക്കിയും അല്ലെങ്കിൽ റീപാക്കിങ്ങിലൂടെയും നിങ്ങൾക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ കാണുക. അവിൽ മേക്കിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, അവിൽ എന്ന് പറയുന്നത് വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇപ്പൊ മിക്കവരും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണ് ഈ അവിൽ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വളരെയധികം സ്വാദിഷ്ടവും അതുപോലെ തന്നെ ധാരാളം ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളവയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡും ഉണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നെല്ലാണ്. നെല്ലിൽ നിന്നാണ് നമ്മൾ അവിൽ വേർതിരിച്ചെടുക്കുന്നത്. നെല്ല് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാൻ സാധിക്കും. നിങ്ങളുടെ സമീപത്തൊക്കെ ഉള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയിട്ട് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് എവിടെയാണോ അവിടെ നിന്നും നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വാങ്ങുന്ന നെല്ല് നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല വൃത്തിയുള്ളതുമായിരിക്കണം. നെല്ലിൽ നല്ല കല്ലുകളും ഉരുളകളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെ വാങ്ങുന്ന നെല്ല് നിങ്ങൾ കുറഞ്ഞത് ഒരു 40 മിനിറ്റ് എങ്കിലും ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം അത് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയ ശേഷം നിങ്ങൾക്കത് യന്ത്രം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചൂളയിലിട്ടോ പറക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നിങ്ങളത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അവിലാക്കി മാറ്റേണ്ടത്. അപ്പോഴുള്ള മെഷീനുകൾ നിങ്ങൾ വാങ്ങിയിരിക്കണം. മെഷീൻ വാങ്ങി ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇതുണ്ടാക്കുന്ന മില്ലുകളിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിന് അവിലെടുത്തതിന് ശേഷം നിങ്ങൾക്കത് റീപാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ രീതിക്കാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു അവിലുണ്ടാക്കുന്നതിന്റെ മിനി പ്ലാന്റ് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു 6 ലക്ഷം രൂപയോളം മുതൽ മുടക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഈ ഒരു റേറ്റിലുള്ള മെഷീനുകൾ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള നോക്കി വാങ്ങിയെടുക്കാവുന്നതാണ്. വിവിധ റേറ്റിലുള്ള മെഷീനുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് പ്രധാനമായിട്ടും 4 മെഷീനുകളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന് അവിൽ മേക്കിംഗ് മെഷീൻ, ഒന്നിന്റെ റോസ്റ്റിംഗ് മെഷീൻ, പിന്നെ ഫിൽട്രേഷൻ മെഷീൻ, അവസാനമായിട്ട് പാക്കിംഗ് മെഷീൻ. ഇത്രയും മെഷീനുകളാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ഒരു പ്ലാന്റ് ആയിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് 500 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇതിന് ആവശ്യമായിട്ട് വരും. ഈ സ്ഥലം നിങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ടെങ്കിലോ അവിടെ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാൻ പറ്റും. പിന്നീട് ഇതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഇതൊരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും FSSAI രജിസ്ട്രേഷൻ ആവശ്യമാണ്. പിന്നീട് നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ പരസ്യം ചെയ്തിരിക്കണം. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്ലാന്റ് തുടങ്ങുന്നതിന് നിങ്ങളുടെ പക്കൽ മതിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുള്ള ധനസഹായങ്ങളെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കുക. ഇതിനാവശ്യമായ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല മാർജിൻ കിട്ടുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. 1000 കിൻഡിൽ അവിൽ വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളം സമ്പാദിക്കാൻ കഴിയും. ഇതിൽ ഏകദേശം 2 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മെഷീനൊക്കെ എടുത്ത് ചെയ്യാൻ താല്പര്യമില്ല, അതിനുള്ള ബഡ്ജറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അവിലുണ്ടാക്കുന്ന ധാരാളം മില്ലുകളുണ്ട്. അവരെ സമീപിച്ച ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ഹോൾസെയിൽ റേറ്റിന് എടുത്തിട്ട് റീപാക്കിംഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്കത് ലൈസൻസ് ഒക്കെ എടുത്ത് റീപാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓൺലൈനിലൊക്കെ 1 കിലോയ്ക്ക് 70 രൂപ 80 രൂപ നിരക്കിലാണ് ഇത് സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാൻ സാധിക്കും. GST ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്കത് ഓൺലൈനിലൂടെ സെയിൽ ചെയ്യാൻ പറ്റും. അവിൽ പലതരത്തിലും പല നിറത്തിലും ഉണ്ട്. ഇതിൽ ഏതാണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗവേഷണം നടത്തണം. അതിനുശേഷം നിങ്ങൾ അതിനനുസരിച്ചുള്ളവ ഉണ്ടാക്കി കൊടുക്കണം. ഇനി നിങ്ങൾക്കത് എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്ന് നോക്കാം. റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, ഹൗസ് ഹോൾഡ്, സൂപ്പർ മാർക്കറ്റ്സ്, ഗ്രോസറി സ്റ്റോർസ്, ലോക്കൽ സ്റ്റോർസ് എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൺലൈനിലും ഇത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് 30% മുതൽ 40% വരെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അതിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ചായിരിക്കും അതിന്റെ ലാഭം വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.